നമസ്കാരം. നൃത്തക്ഷേത്രയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറേ നാളായില്ലേ കണ്ടിട്ട്. നമുക്കിനി വിഷമിക്കേണ്ട, പുതിയ വീഡിയോസായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. മോഹിനിയാട്ട കച്ചേരിയിൽ നമ്മൾ രണ്ടാമത്തെ ഇനമാണ് ജതിസ്വരം. നമ്മൾ ആദ്യം ചെയ്ത് നിർത്തിയിരിക്കുന്നത് ചൊൽക്കെട്ടിലാണ്. ഇനി വരുന്നത് ജതിസ്വരമാണ്. ചെഞ്ചുരുട്ടി രാഗത്തിൽ ആദ്യ താളത്തിൽ വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജതിസ്വരമാണ്. ഇത്തവണ ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. അതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ട്രയലാണ്. എന്തായാലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നീ ധപ ധാ സരി രി സ രി ഗ മാ ഗ രി സ നീ ധപ ധാ സരി രി സ രി ഗ മാ ഗ രി സ നീ ധപ ധാ സരി രി സ രി ഗ മാ ഗ രി സ നീ ധപ ധാ സരി രി സ രി ഗ മാ ഗ രി സ നീ ധപ ധാ സരി രി സ രി ഗ മാ ഗ രി സ നീ ധപ ധാ സരി രി സ രി ഗ മാ. ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മെയ് അടവിലാണ്. അപ്പോൾ ഒരു താളവട്ടത്തിൽ ഒരു സൈഡ് വലതുവശം ചെയ്യും, അടുത്ത താളവട്ടത്തിൽ ഇടതുവശം ചെയ്യും. അങ്ങനെയാണ് ഒന്നാം കാലം വരുന്നത്. അതിൻ്റെ രണ്ടാം കാലത്തിലേക്ക് വരുമ്പോൾ ഒരു താളവട്ടത്തിൽ രണ്ട് വശവും റൈറ്റും ലെഫ്റ്റും ചെയ്യും. അതിനുശേഷം ഒരു മൂന്നാം കാലം എന്ന് പറയുന്ന രീതിയിൽ ഒരു 4 തവണത്തെ ഒരു അടവായിട്ടാണ് ചെയ്യണത്. അപ്പം മെയ് അടവാണ് ആദ്യത്തെ ഭാഗം വരുന്നത്. അതിനോട് ചേർത്ത് തന്നെ ഒരു ചെറിയൊരു ജതിയും അതിൻ്റെ ഒരു തീരുമാനവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്കതൊന്ന് വിശദമായിട്ട് കാണാം. ചെയ്തോ. ത ക ധി മി ത ക ജ നു ദി തി തൈ ധി തി തൈ. അത് തന്നെ ഇടതുവശവും ചെയ്യുന്നു. രണ്ടാം കാലം വരുമ്പോഴത്തേക്കും ത റൈറ്റ് സൈഡ് അതേ സൈഡാണ്. ത ക ധി മി ദി തി തൈ ദി തി തൈ ത ക ധി മി ദി തി തൈ ദി തി തൈ. അടുത്തത് മൂന്നാമത്തെ ഇതായിട്ട് ത ക ധി മി ത ക ധി മി ത ക ധി മി ത ക ധി മി. അടുത്ത ജതിയാണ് ചെയ്യണത്. തങ്കിട്ട തത്തി തരികിട്ട ധിമി തക തൊങ്കു ത്ലാങ്കു തദ്ധിങ്കിന്ന ത്ലാങ്കു ദിന്ന തരികിട്ട ധിന്ന തോം ത്ലാങ്കു ദിന്ന തോം ദിത്തിത്തൈ ദിത്തിത്തൈ ത്ലാങ്കു ദിന്ന തരികിട്ട ധിന്ന തോം തക്ക ധിമ്മി ത്ലാങ്കു ദിന്ന തോം ദിന്ന തോം. അതിൽ കാല് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ അരമണ്ടലം നിൽക്കും, അവിടെ നിന്ന് ദിത്തിത്തൈ എടുക്കുമ്പോഴത്തേക്കും കാല് വയ്ക്കുന്ന പൊസിഷൻ അത്രേ വയ്ക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടോ വയ്ക്കുമ്പോൾ ആ ടോ ഒന്ന് തിരിച്ച് വെച്ച് കാണിക്കും.
ബാക്കിൽ വയ്ക്കൂ കാല്. ആ ബാക്കിലേക്ക് വെച്ചോളൂ, നല്ലോണം പുറകിലേക്ക് വയ്ക്കുക. ആ ടോ ഓപ്പൺ ആയാലേ നമ്മുടെ മുട്ട് രണ്ടും തുറന്നു നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് കറക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗം വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞത് ജതിസ്വരത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഫസ്റ്റ് പല്ലവിയിലെ ആദ്യത്തെ കെട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.